എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. +1 പബ്ലിക് എക്സാം റിസൾട്ട് 2025 റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം, ഏതൊക്കെ വെബ്സൈറ്റിൽ റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും, വിശദമായ വാർത്തയിലേക്ക് പോവാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾക്ക് തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +1 പബ്ലിക് എക്സാം 2025 റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം, റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും. നമുക്ക് വിശദമായ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. +1 പബ്ലിക് എക്സാം റിസൾട്ട് 2025 റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, റിസൾട്ട് ഏതൊക്കെ വെബ്സൈറ്റുകളാണ് പ്രസിദ്ധീകരിക്കാമെന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം, റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന ഒറ്റ വെബ്സൈറ്റ് മാത്രമാണ് kerala-results.nic.in. kerala-results.nic.in എന്ന വെബ്സൈറ്റിലാണ് നിങ്ങളുടെ ഫലപ്രസിദ്ധീകരണം നടക്കുക. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഹയർ സെക്കൻഡറി വിഭാഗമാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത്. എന്തായാലും kerala-results.nic.in എന്ന ഒറ്റ വെബ്സൈറ്റിലാണ് നിങ്ങളുടെ ഫലപ്രസിദ്ധീകരണം നടക്കുക. ആ വെബ്സൈറ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ DHSC ഫസ്റ്റ് ഇയർ റിസൾട്ട് 2024 എന്ന ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാകും. DHSC ഫസ്റ്റ് ഇയർ റിസൾട്ട് 2024 ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത്, DHSC ഫസ്റ്റ് ഇയർ റിസൾട്ട് 2025 എന്ന ലിങ്ക് ലഭ്യമാകും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നൽകി നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യുന്ന പക്ഷമാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക. ഇപ്പോൾ നിങ്ങൾ കയറി നോക്കി കഴിഞ്ഞാൽ DHSC ഫസ്റ്റ് ഇയർ റിസൾട്ട് 2024 കഴിഞ്ഞ വർഷത്തെ കാണാൻ സാധിക്കും. ഈ വർഷത്തെ ലിങ്ക് വന്നു കഴിയുമ്പോൾ ലിങ്ക് ആക്റ്റീവ് ആകും. എന്തായാലും വിദ്യാർത്ഥികൾ ഒരു കാര്യം ഓർത്തിക്കുക, റിസൾട്ട് May 2 റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, May 2 വീക്കോ 3rd വീക്കോട് കൂടി തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകും. ഒരു കാര്യം ഓർത്തിരിക്കുക, kerala-results.nic.in എന്ന ഒറ്റ വെബ്സൈറ്റിൽ മാത്രമേ ഫലപ്രസിദ്ധീകരണം ഉണ്ടായിരിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് ക്രൈ, ദ ഫൗണ്ടർ ഓഫ് സ്ക്രൈ ഫോർ ദ കരിയർ ഗൈഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.